ഇദ്ദേഹം പറഞ്ഞല്ലോ അശ്ലീല പദങ്ങളാ അശ്ലീലം കാണും പ്രയോഗം ഇത് ഐറ്റം വേറെ എന്ന് പറഞ്ഞ ഷോ ഫ്ലവേഴ്സ് ഇപ്പൊ സാർ പറഞ്ഞ പോലെ ഇത് ഫ്ലവേഴ്സ് ഇവർ കണ്ടിട്ടില്ല കാരണം ഇവര് മിമിക്രി അല്ല കാണുന്നത് ഈ ദ്വയാർത്ഥ ഞാൻ കണ്ടിട്ടുണ്ട് ദ്വയാർത്ഥ പദം പുള്ളി വേറെ വീഡിയോ ആയിരിക്കും കണ്ടത് പുള്ളി വേറെ വീഡിയോ ആയിരിക്കും കണ്ടത് വേറെ വീഡിയോ ഹലോ സഹോദരി ഞാൻ ഒരു ചാനലിലെ പരിപാടി അല്ല പറഞ്ഞത് ഒരു ചാനലിൽ നടക്കുന്ന കാര്യമല്ല പറഞ്ഞത് ഇവിടെ എത്രയോ ചാനലുണ്ട് എത്രയോ സ്റ്റേജ് ഷോ ഉണ്ട് എത്ര ഉത്സവ പറമ്പുകളുണ്ട് പോകുന്ന മനുഷ്യർ നിങ്ങൾ ഫോക്സ് ന്യൂസ് ആണോ കാണുന്നത്? പിന്നെ അല്ലല്ല ഞാൻ പറഞ്ഞത് ചാനലല്ല കോമഡി എവിടെയുണ്ടോ അവിടെ ഞാനുണ്ട്. കോമഡി എവിടെ ഉണ്ടോ അവിടെ ഞാനുണ്ട്. അതായത് ജീവിതത്തിൽ ആസ്വദിക്കുന്നത് കോമഡിയാണ് ഞാൻ കാണാറുള്ളൂ. ഞാൻ നിങ്ങളുടെ ബയോഡേറ്റ എടുക്കട്ടെ. എവിടെ താമസിക്കുന്നു സാർ? എന്തെടുത്താലും എവിടെ താമസിക്കുന്നു? പെരുമ്പാവൂർ താമസിക്കുന്നു. വീട്ടിൽ എത്ര മണിക്ക് കയറും? വീട്ടിലുണ്ടാവാറില്ല. ഇല്ല. അല്ല അതെനിക്ക് മനസ്സിലായി. അപ്പൊ എനിക്ക് മനസ്സിലായി ടി വി കാണാൻ സമയം കിട്ടില്ല. എന്താ കാര്യം ഞാൻ പെരുമ്പാവൂരാണ്. എനിക്ക് തോന്നുന്നുണ്ടല്ലോ നിങ്ങൾ ഈ ടി വിയും കാണാതെ ഇവരെയൊക്കെ ഒരിക്കലുമില്ല. ഞാൻ പറയുന്നത് നീതിപൂർവമായ കാര്യം ഞാൻ പറയുള്ളൂ. ഞാൻ ടി വി കാണാറുണ്ട്. അതിനകത്ത് ഒരു സംശയമില്ല. കാണുന്നുണ്ടോ? അത് എപ്പോഴാ കാണുന്നേ? എന്റെ സാറേ സമയം കിട്ടുമ്പോ കാണും. ഒരു പ്രാരാബ്ധക്കാരനാ, അരി മേടിക്കേണ്ട മനുഷ്യനാ. 24 മണിക്കൂറും ടി വി കാണാൻ പറ്റില്ല. പിന്നെ യൂട്യൂബിൽ കാണും. അവർക്ക് അരി മേടിക്കണം. ഞാൻ കാണുന്നത് അവർക്ക് അരി മേടിക്കാണെങ്കിൽ ഞാനിത് കാണണം യൂട്യൂബില്. എന്നാലേ അവര് അരി മേടിക്കുള്ളൂ. ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഇവിടെ ആരും നടത്തുന്നതായിട്ട് ഞങ്ങൾക്കറിയില്ല. ഞാൻ പറഞ്ഞത് മിമിക്രി എന്നത് മോശമാണെന്ന് പറഞ്ഞിട്ടില്ല, മിമിക്രി തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളെല്ലാം ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ചില മിമിക്രി പരേഡുകൾ, ദ്വയാർത്ഥ പ്രയോഗങ്ങള്, അശ്ലീലങ്ങള്, ഞാൻ ആദ്യം പറഞ്ഞില്ലേ അസ്ഥാനത്ത് തേങ്ങയടിക്കല്, ഇതൊക്കെയാണ് നടക്കുന്നത്. എത്ര വർഷം മുമ്പാന്ന് പറഞ്ഞില്ല. ആ സാധനം ഉണ്ട്. ആ ചെയ്ത ആളുകളുണ്ട്. തേങ്ങ ഉടച്ചവരുടെ ഇരിപ്പുണ്ട്. തേങ്ങ ഉടച്ച ആളുണ്ട്. ഇവിടെ അവതരിപ്പിച്ച് ആ കലാകാരൻ ഇവിടെ തന്നെ ഉണ്ട്. അവരൊരു ചാനലിൽ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരു പെണ്ണ് ഭാര്യയും ഭർത്താവും വഴക്കുണ്ടാക്കുന്നു. വഴക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഇവൻ പിണങ്ങി പോവാൻ, വീട് വിട്ട് പോവാൻ തീരുമാനിക്കുമ്പോ പെണ്ണ് അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് കുനിഞ്ഞ് എന്തോ എടുക്കുക. അപ്പൊ ഈ പുള്ളി തിരിഞ്ഞു കാണുമ്പം ഈ കുനിഞ്ഞു നിൽക്കുന്ന ഭാവമാണ് കാണുന്നത്. ഉടനെ ഈ ഭർത്താവ് പറയാ, ഇതൊക്കെയാണ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നതെന്ന്. അതിനകത്ത് യഥാർത്ഥമുണ്ടോ? ഒന്ന് പറയട്ടെ, ഇപ്പൊ പറഞ്ഞില്ലേ അത് എത്ര പേര് കണ്ടു എന്ന് യൂസഫ് കോടി അല്ലെ, എത്ര വ്യൂസ്? അതെന്തുകൊണ്ടാ പറഞ്ഞത്? അതെന്താ പ്രശ്നം? കോടിക്കണക്കിന് വ്യൂസ് ആണ് ആ പ്രോഗ്രാം. അത് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇന്നും അത് ഇടക്കിടക്ക് കാണാറുണ്ട്. എനിക്കത് കോമഡി ആയിട്ടാ വ്യവസ്ഥയായിട്ട് നിന്ന് അതിൽ കൂടുതൽ ആളുകൾ കാണും. അതിൽ കാണുന്നതിന്റെ എണ്ണം എടുക്കരുത്. സാമൂഹ്യ പ്രതിബദ്ധതയാണ് കലാകാരന്റെ. സാറ് രതി നിർവേദം കണ്ടിട്ടില്ലേ? സാർ പഴയ രതി നിർവേദം കണ്ടിട്ടില്ലേ? സാറ് കണ്ടിട്ടില്ലേ? ജയഭാരതിയുടെ ചേച്ചിയുടെ രതി നിർവേദം കണ്ടിട്ടുണ്ടോ? ആക്ച്വലി അവർ അങ്ങനത്തെ ബുദ്ധിപരമായ സത്യസന്ധത. ജയഭാരതി പ്രധാന വേഷത്തിൽ അഭിനയിച്ച രതി നിർവേദം കണ്ടിരുന്നു. 15 പ്രാവശ്യം. ശ്വേതാമേനോൻ അഭിനയിച്ച രതി നിർവേദം ഇറങ്ങിപ്പോയോ? എന്താ കുഴപ്പം? മായ്ക്ക് ഞാൻ പറയട്ടെ, അത് അഭിനയം. അതെ, അത് അഭിനയം. ഇത് ജീവിതം. അഭിനയിക്കുമ്പോ നമുക്ക് ഏത് ക്യാരക്ടർ അത് നോക്കാൻ പറ്റില്ല. അത് പ്രേക്ഷകരിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ കർത്തവ്യം. ആവശ്യമുള്ള തന്നെ ചെല്ലുള്ളൂ. കുടുംബ വീട്ടിലിരുന്ന് കാണുമ്പോഴേ മക്കളും ഭാര്യയും ഒക്കെ ആയിട്ട് കാണുമ്പോൾ സാറിന്റെ മക്കളെ ഒന്നും കാണുന്നില്ല എന്നാണ് സെലക്റ്റീവ് ആവാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ കുടുംബമായിട്ട് ഇരുന്ന് സാർ പറഞ്ഞു കുടുംബപരമായി ഇരുന്ന് ടെലിവിഷൻ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു പരസ്യം മുതല് നമ്മുടെ വാർത്ത പോലും ഇപ്പൊ കുടുംബപരമായിട്ടിരുന്ന് കാണാൻ പറ്റത്തില്ല. റിയാലിറ്റിയാണ് നടക്കുന്നത്. അല്ല, അതിന്റെ പുറകെ നമ്മൾ പോരുന്ന ഞാൻ പറഞ്ഞത്. കലാകാരൻ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളായിരിക്കണം. സമൂഹത്തെ നേർവഴി നടത്തണം. ഫലിതം വേണം.
ഫലിതത്തോടെ പരിഹാസം വേണം, പക്ഷെ ആ പരിഹാസത്തോടെ ഇവര് നേർവഴിക്ക് നടത്തി വീണിച്ചവര് ഞാനുണ്ടല്ലോ, ഞാൻ പറയുന്നത് ഈ കോമഡി നന്നാവാൻ വേണ്ടി പറയുന്ന സാറ് ഒരു കഥ ഒരു വർഷത്തിൽ ഒരു കഥയല്ല പറയണത്. ഇവര് ആഴ്ചയിലാ ഓരോ സ്കിറ്റ് ഉണ്ടാക്കണത്. ഒരാഴ്ചയിൽ ഇവര് 2-3 സ്കിറ്റ് അവതരിപ്പിക്കുന്നത്. അത്ര അവധാനത എടുക്കുന്നില്ല. ഓരോ ആഴ്ചയിൽ ഓരോ കഥ നിങ്ങൾക്ക് അറിയാം. ഞാൻ 39 വർഷമായിട്ട് ഈ മിമിക്സ് ട്രൂപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. 39 കൊല്ലമായിട്ട് കൊച്ചിൻ മിമിക്സ് ഈ ട്രൂപ്പ് പിരിച്ചുവിടാറായില്ലല്ലോ. ഇപ്പോൾ സജീവമായിട്ട് പോകുന്നു. പണ്ടൊരു സ്കിറ്റിന്റെ ക്ലൈമാക്സ് നല്ലതാണെങ്കിൽ ഞാൻ കൈയടിക്കുമായിരുന്നു. ഇപ്പൊ ഒരു സ്കിറ്റ് തുടങ്ങി കൗണ്ടറിലേക്ക് അപ്പൊ തന്നെ പോവും. കാരണം അതേപോലെ പാടാ ചിരിപ്പിക്കാൻ. അതുപോലെ ചാനലിൽ സ്കിറ്റ് കണ്ട് ജനം വിലയിരുത്തും അതേപോലെ. അപ്പൊ ചിരിപ്പിക്കുന്നത് ശ്രമകരമായ ജോലി തന്നെയാണ്. ചിരിക്കാനുള്ള കഴിവ് മനുഷ്യൻ ഉള്ളിടത്തോളം കാണാം. ചിരിപ്പിക്കാനുള്ളവര് ഇതുപോലെ പുതിയ പുതിയ താരങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.